ഹാപ്പി ഓണം. അപ്പോൾ ഇതിന് നമ്മുടെ ലാബിൽ സെലിബ്രേഷൻ ആട്ടോ, ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ സെറ്റ് സാരി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഐസിമോൻ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 7 മണിക്ക് നമുക്ക് ലാബ് ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് സാരി എടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇതേ സെറ്റ് സാരി കൊടുത്ത് അപ്പോൾ ഞാൻ പോവുകയാണ്. ഞാനും ഐസിനും കൂടെ ആട്ടോ ലാബിലോട്ട് പോകുന്നത്. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഡെയിലി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണം ഉണ്ടില്ലാട്ടോ ഞാൻ പോകുന്നത്. നമ്മളിത് ലാബിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ലാബിലെത്തി. നമ്മുടെ ലാബൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തു. പിന്നെ വാപ്പി മക്കളവിടെ കടയിലുണ്ട് കേട്ടോ. ഇതൊന്നും കടയിൽ നിന്ന് മിഠായി വേണം. അപ്പോൾ ഇതേ ഞാൻ ലാബിൽ പോയി മെഷീനും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് പിന്നെ ലാബിൽ ഓണ പരിപാടി ആണെങ്കിലും പേഷ്യൻറ്റ് വരുമല്ലോ, അപ്പോൾ നമുക്ക് അതും സെറ്റാക്കണമല്ലോ. അപ്പോൾ നമ്മളതൊക്കെ ആദ്യം മെഷീൻസും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് അതിനിടെ വാപ്പതേ വന്നു, കുട്ടിക്ക് മിഠായിട്ടൊക്കെ വന്നു. അത് കുറേ കഴിച്ച് അങ്ങനെ പിന്നെ അപ്പോൾ ഫസ്റ്റ് ഞാൻ രാവിലെ തന്നെ ഞാനാട്ടോ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ആരും എത്തിയിട്ടില്ല. എല്ലാവരോടും നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഐസിമോൻ എനിക്ക് ഒരെണ്ണം തന്നു കേട്ടോ. നമ്മുടെ എന്താ പറയുക, വട, നെയ്വട ഉണ്ടല്ലോ, അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നസ്രിയും ഷേമയൊക്കെ വന്നിട്ട്, ഷേമ സാരി എടുത്തിട്ടാണ് വന്നത്. അവിടെ അവളെ അനിയത്തിയാണ് കേട്ടോ. നസ്രി പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവൾ. അതും ഞാൻ ഐസിമോന് തുറക്കാൻ തന്നു. ഇതിന് ശേഷം നമുക്ക് പിന്നെ പൂവ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഷീമും കൂടെയാണ് പൂവ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാബിൻ്റെ അടുത്ത് തന്നെ പൂവ് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് പോയി മേടിക്കാനും എളുപ്പമായി. അതുകൊണ്ട് അങ്ങനെ ഇത് 50 രൂപേൻ്റെ ഓരോ കിറ്റായിട്ടാണ് അവർ തരുന്നത്. അത്യാവശ്യം പൂക്കളുണ്ടായിരുന്നു. ഇതുപോലുള്ള 2 കവറാട്ടോ നമ്മൾ പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊരു പൂക്കളിടാന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മുടെ പൂവ് മേടിച്ചു. നമ്മളിതാ പൂവ് ഇവിടെ റെഡിയാക്കുമ്പോൾ ഐസിമോൻ നമുക്ക് അപ്പോൾ കൂടെ വേറൊരു പണി തരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ മിക്സ് ആക്കിയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം എനിക്ക് യെല്ലോ കളർ പൂവ് മാത്രമേ എടുത്തു കൊടുത്തു. ബാക്കിയൊക്കെ നമ്മൾ വേഗം മാറ്റി വെച്ച് കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ അവനൊന്നാകെ അത് പറിച്ചിടായിരുന്നു. പിന്നെ ആളാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിയില്ല, പെട്ടെന്ന് നീറ്റും ചെയ്ത്. എൻ്റെ പരിപാടി അറിഞ്ഞത് കൊണ്ടാണോ അതെന്ന് അറിയില്ല, ആൾ എണീറ്റ് പെട്ടെന്ന്. അങ്ങനെ പിന്നെ ഞാനിതേ നമ്മുടെ റോസൊക്കെ ഉണ്ടായിരുന്നു, ആ റോസൊക്കെ സെപ്പറേറ്റ് കളേഴ്സ് വേറെ ആക്കി എടുത്തു, ഇതാക്കിയിരുന്നു. ഐസിനും നമ്മുടെ നസ്രിതയ താഴത്തിരുന്നിട്ട് വേറെ പണിയിലാണ്, കച്ചറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഐസിന് ഒന്നാകെ നമ്മൾ ഇതാക്കിയതെല്ലാം മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ നമ്മളത് കഴിഞ്ഞു പൂക്കളിടാൻ നിന്നു. ഇതൊന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ പൂക്കളം ഇടുന്നത്. നമ്മൾ പഠിക്കുന്ന കാലത്തും കൂടെ ഞാൻ ഇതേപോലെ സ്കൂളിൽ പോയിട്ടൊന്നും പൂക്കളം ഇട്ടിട്ടില്ല. അന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കേണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് പൂക്കളം ഇടുന്നത്. അപ്പോൾ നമുക്ക് പൂവിടാനുള്ള ചെറിയൊരു സൗകര്യമുള്ളൂ ലാബിൽ. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു കളം, അതായത് ഒരു പൂക്കളത്തിൻ്റെ പകുതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് കണ്ടവരെല്ലാം പറഞ്ഞത് അങ്ങനെ ഇതിൻ്റെ പകുതി ഇവിടെ പോയി എന്നാണ്. കാരണം ആ രീതിയിൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ചെറിയൊരു പരിപാടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സന്ധ്യച്ച് വിളിച്ചിട്ട് പറഞ്ഞതായിരുന്നു പെട്ടെന്ന് നമുക്കൊരു പരിപാടി വെക്കണം എന്നുള്ളത്. രാത്രി വിളിച്ച് പറഞ്ഞു, നമ്മൾ പിറ്റേ ദിവസം അതിനെ സെറ്റാക്കിയതാണ്. അപ്പോൾ സന്ധ്യച്ച് വരാൻ ലേറ്റാവും, അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊള്ളുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തത്. പിന്നെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പൂവിടുന്നത്. സ്കൂൾ പഠിക്കുന്ന കാലത്തും കൂടെ ഞാൻ ഈ വക പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. എന്തായാലും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതിടുന്ന ടൈമിൽ. കാരണം നമ്മൾ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഒരു പൂക്കളം എന്നുള്ള രീതിയിലൊക്കെ രസമല്ല. പിന്നെ ഒരു കേരളീയ ഉത്സവമാണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളും നല്ല ചെറുതായിട്ടൊന്നും അങ്ങോട്ട് ആഘോഷിച്ചു. അങ്ങനെ ഇതേ പൂക്കൾ ഞാൻ ഐസിൻമോനെ ലാബിലിട്ട ഡോർ അടിച്ചിട്ടാട്ടോ ഈ പൂക്കളിടുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അവനത് ഒരിക്കലും സമ്മതിക്കില്ല. നമ്മളൊരു ഭാഗം പൂവിടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അവൻ വന്നിട്ട് നമുക്ക് നല്ലോണം പണി തരും. അപ്പോൾ ഞാൻ അവൻ്റെ ലാബിലിട്ട് ഡോർ ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നസ്രി അവനും കൂടെ ലാബിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ ഞാൻ പൂക്കളം ഇരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പകുതി ഉള്ളൂ നമ്മൾ ഓണപ്പൂക്കളം, പകുതി ഇല്ല. പിന്നെ ഫൈസാത്ത വന്നു. ഫൈസാത്തൻ്റെ മകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഫൈസാത്ത വീട്ടിൽ പോയി സാരി കൊടുത്ത് റെഡി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐസിമോനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കി ഇരുത്തി. ആൾ എന്താ പറയുക, കോളാക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം സാരി നമ്മുടെ നസ്രിയും സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെന്താണ് അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. സദ്യ കഴിഞ്ഞ ശേഷം ഞാനൊരു 3 മണി കഴിയുമ്പോൾ സദ്യ കഴിക്കുന്ന ടൈമിൽ എനിക്കൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി വന്നതിൻ്റെ ശേഷമാണ് പിന്നെ സദ്യ കഴിച്ചത്. അപ്പോൾ എനിക്ക് വിളമ്പി തരുന്നതാണ് അപ്പോൾ സംഭവം സദ്യ കഴിച്ച്. പിന്നെ ഷെജിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ സ്പൈസ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഫുഡ് കഴിച്ച് പോയി. ഞാനാണ് ലാസ്റ്റ് ആയത്. പിന്നെ അവരൊക്കെ വരുന്ന എടുക്കാനൊന്നും പറ്റില്ല, ഞാൻ മറന്നുപോയി വീഡിയോസ് എടുക്കാൻ. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം കേട്ടോ. നമ്മുടെ ഓണ ഷൂട്ട് ഫോട്ടോസുകൾ കാണാം.